ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഏപ്രിൽ 23 സെയിൻറ്റ് ജോർജിൻ്റെ തിരുനാൾ, വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ദിവസം. നമ്മൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ കഥ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യരുടെ ഇടയിലൊരു ചിന്തയുണ്ടാവാൻ സാധ്യതയുള്ളത് അദ്ദേഹം ഒരു വ്യാളിയെ കൊന്ന വിശുദ്ധനാണ്. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. ശിരച്ഛേദം ചെയ്ത് ആണ് അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ഡയക്ലീഷ്യൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിപ്രധാനമായ ഒരു പദവി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ക്രൈസ്തവനായി നിലകൊണ്ടതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധൻ. സെയിൻറ്റ് ജോർജിൻ്റെ കഥയിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ഈ വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഡ്രാഗൺ അഥവാ വ്യാളി, യഥാർത്ഥത്തിൽ ഇതൊരു വളരെ മനോഹരമായ, വളരെ വ്യക്തമായ ഒരു ബിബ്ലിക്കൽ അവതരണമാണ്. ഒരു ബൈബിൾ വേദഗ്രന്ഥ സംബന്ധമായൊരു അവതരണമാണ്. നമ്മൾ ബൈബിൾ തുറന്നു നോക്കിയാൽ എവിടെയൊക്കെ വ്യാളിയെ കാണാനായിട്ട് സാധിക്കും, നമ്മൾ ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടയായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നത് ഒരു ദുഷ്ടജീവിയോടും വ്യാളിയോടും ഒപ്പം ജീവിക്കുന്നതിന് സമാനമാണെന്നൊക്കെ പറയുന്ന ഒരു പാരബിൾ പോലെ, ഒരു ഉപമ പോലെയൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡാനിയലിൻ്റെ പുസ്തകം ഒരു അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചറിൽ എഴുതപ്പെട്ട ഒരു വെളിപാട് സംബന്ധമായ സാഹിത്യ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഡാനിയൽ. അതിലും നമ്മൾ വ്യാളിയെക്കുറിച്ച് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ വെളിപാടിലേക്ക് തന്നെ വരുമ്പോഴാണ് വ്യാളിയെ വ്യക്തമായിട്ടും മനസ്സിലാക്കുക. നമ്മൾ മലയാളം ബൈബിളിൽ നിന്നും ആ ഭാഗം വായിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് 15 നമ്മൾ വായിക്കുന്ന വചനഭാഗമാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന വചനഭാഗം എന്ന രീതി നമ്മൾ വായിക്കുന്നത് വെളിപാട് പുസ്തകം 12-ാം അധ്യായം. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. നോവാലും പ്രസവ ക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാളി, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങളും. ഒരു തീ നിറമുള്ള മഹാവ്യാളി. അത് പുതിയ പഠന ബൈബിളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. പഴയ ബൈബിൾ അനുസരിച്ച് അതിനെ ഉഗ്രസർപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത്. POC ബൈബിളിൽ, പഴയ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ഉഗ്രസർപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പുതിയ ബൈബിളിൽ, പുതിയ തർജ്ജിമ നമ്മൾ പുതിയ ബൈബിൾ വായിക്കുകയാണെങ്കിൽ അതിൽ മഹാവ്യാളി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നോക്കാം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നതിനാണ് ദ വുമൺ ആൻഡ് ദ ഡ്രാഗൺ. അങ്ങനെയാണ് ആ ഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ. എ ഗ്രേറ്റ് സൈൻ അപ്പിയർഡ് ഇൻ ദ സ്കൈ, എ വുമൺ ക്ലോത്ത്ഡ് വിത്ത് ദ സൺ. അങ്ങനെ തുടങ്ങുന്ന ഭാഗത്ത് 3-ാമത്തെ വാക്യം എത്തുമ്പോഴാണ്, 12-ാം അധ്യായം 3-ാമത്തെ വാക്യം എത്തുമ്പോഴാണ് നമ്മൾ വ്യാളിയെക്കുറിച്ച് കാണുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ദെൻ അനദർ സൈൻ അപ്പിയർഡ് ഇൻ ദ സ്കൈ, ഇറ്റ് വാസ് എ ഹ്യൂജ് റെഡ് ഡ്രാഗൺ with 7 head and 10 horns, and on its head were 7 diadems. അപ്പോൾ വളരെ വ്യക്തമായിട്ടിരിക്കുന്നത് എ ഹ്യൂജ് റെഡ് ഡ്രാഗൺ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദ വുമൻ ആൻഡ് ദ ഡ്രാഗൺ, വ്യാളി എന്ന് ഈ ഒരു ഭാഗം വായിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ തിരുസഭ നേരിടാൻ പോകുന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാം വാക്യം, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്നൊക്കെ പറയപ്പെടുന്ന സാത്താനെതിരെ ദൈവം നടത്തുന്ന വലിയ ഒരു പ്രവചനം, പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയപ്പെടുന്ന ഭാഗം, ആദ്യത്തെ സുവിശേഷം, ഫസ്റ്റ് ഗോസ്പൽ എന്നറിയപ്പെടുന്ന ഭാഗം, ഉൽപ്പത്തി 3:15, അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോണം നമ്മൾ ബൈബിളിൻ്റെ അവസാന പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ, വെളിപാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു യുദ്ധം കാണുക. അവിടെ സ്ത്രീയും സാത്താനും തമ്മിൽ തുടങ്ങി വയ്ക്കുന്ന, സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കുമെന്ന് പറയപ്പെടുന്ന ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച ഭൂമിയിൽ നടക്കാനിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ഇതൊരു വിശദമായ പഠനത്തിൽ നമുക്ക് പിന്നീട് പോകാനായിട്ട് സാധിക്കും. കാരണം വെളിപാട് പുസ്തകം നമുക്ക് ഓരോ വരികളിൽ ഓരോ വാക്കുകളും എടുത്തൊക്കെ വ്യാഖ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നമുക്ക് ഒറ്റ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല. എങ്കിലും ഇവിടെ 2 രീതിയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. ഒന്ന്,
ഒരു മരിയോളജിക്കൽ വ്യൂ പോയിൻറ്റിൽ, ഒരു മരിയ വിജ്ഞാനീയ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ നമുക്കിതിനെ മറിയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സ്ത്രീ നമ്മൾ കാണുന്നത്. അവളിങ്ങനെ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനായിട്ട് വ്യാളി, വാക്കിങ്ങനെയാണ്, അതിനാൽ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ വ്യാളി അവളുടെ മുൻപിൽ നിന്നു എന്ന് പറയുകൊണ്ടാണ് നമുക്ക് കാണും. അപ്പം ഇത് മറിയത്തിൻ്റെ സൂചനയായിട്ട്, അല്ലെങ്കിൽ മറിയം പ്രസവിക്കുന്ന ഈശോയെ വിഴുങ്ങാനിരിക്കുന്ന വലിയ സാത്താൻ, ആ സാത്താനെതിരെ യുദ്ധം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മരിയോളജിക്കൽ വ്യൂ പോയിൻ്റാണ്. എന്നാൽ എക്ലേസിയാസ്റ്റിക്കൽ വ്യൂ പോയിൻ്റ്, ഒരു സഭാവിജ്ഞാനീയ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സ്ത്രീ തിരുസഭയാണ്. തിരുസഭയിലൂടെ ലോകത്തിലേക്ക് നൽകപ്പെടുന്ന ക്രിസ്തു, അതിനെതിരെയാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. നമ്മൾ പിന്നെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഈ സാത്താനെതിരെ സ്വർഗത്തിലെ യുദ്ധം, അതിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് വിവരിക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ. ആ വാക്യം എങ്ങനെയാണ്? അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും വ്യാളിയോട് പോരാടി, വ്യാളിയും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവൻ വിജയിച്ചില്ല. സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ മഹാവ്യാളി സ്വർഗത്തെയും വഞ്ചിക്കുന്ന പിശാചിനെയും സ്വർഗത്തെയും സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, അവിടെ പുരാതന സർപ്പം എന്ന് പറയുന്നുണ്ട്, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടെ പുരാതന സർപ്പം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഏതാ ഈ പുരാതന സർപ്പം? ഏൻഷ്യൻ സർപ്പൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ സർപ്പത്തെ ഓർമ്മിക്കുക. ആ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏൻഷ്യൻ സർപ്പൻറ്റ്, പുരാതന സർപ്പം എന്ന് പറയുന്നതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ വ്യാളി. അത് തിരുസഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. അങ്ങനെ സാത്താൻ ഭൂമിയിലെത്തി. അങ്ങനെ സ്വർഗത്തിലൊരു വലിയ സ്വരം പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് ഈ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അത് നമ്മൾ 11-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും വിജയം നേടി. രക്തവും വചനവും, ദിവ്യകാരുണ്യവും തിരുവചനവും ഒന്നിക്കുന്ന ഇടം കുർബാന, ദിവ്യബലി കൊണ്ട് വിജയം നേടുമെന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ചെടുക്കാൻ. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിനാൽ സ്വർഗ്ഗമേ അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കും, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയത്ത് എനിക്കുള്ളൂ എന്നറിഞ്ഞ് വലിയ കോപത്തോടെ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടെന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നാലെ വ്യാളി പുറപ്പെട്ടു. അങ്ങനെ മറിയത്തിൻ്റെ പിന്നാലെ പുറപ്പെട്ടു. മറിയത്തോടുള്ള ഭക്തി കത്തോലിക്ക തിരുസഭയിൽ ഭൂമിയിൽ നശിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സാത്താൻ നീങ്ങുന്നുണ്ട്. കാരണം അത് നശിപ്പിച്ചാലേ, മറിയത്തോടുള്ള ഭക്തി നശിപ്പിച്ചാലേ ഈ തിരുസഭയെയും ദൈവജനത്തെയും വിശ്വാസത്തെയും ഒക്കെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സാത്താൻ അറിയാം. ഒപ്പം നമുക്ക് പാരലായി ചിന്തിക്കാവുന്നൊരു വസ്തുത ഇതാണ്: തിരുസഭയെ നശിപ്പിക്കാനായിട്ട്, തിരുസഭയാവുന്ന ആ സ്ത്രീയെ നശിപ്പിക്കാനായിട്ട്, കൊന്നുകളയുവാനായിട്ട് ഈ വ്യാളി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂമിയിൽ ഈ യുദ്ധം കാലാകാലങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഭൂമിയിലെ സഭയെ സമരസഭ എന്ന് വിളിക്കുന്നത്, മിലിറ്റൻറ്റ് ചേർച്ച്. ഇതിൽ വിജയിക്കുന്നവർ വിജയസഭയിലേക്ക് പോകുന്നു, അതാണ് സ്വർഗം. ഇതിൽ പരാജയപ്പെട്ടു പോയവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നു, അതിനെയാണ് സഹനസഭ എന്ന് വിളിക്കുന്നത്. നമ്മളങ്ങനെ 3 തട്ടിലിങ്ങനെ തിരിച്ചിരിക്കുന്നതായിട്ടൊക്കെ സ്ഥിരമായി നവംബർ 1-2 തീയതികളിൽ നമ്മളിതിനെക്കുറിച്ച് ധ്യാനിക്കാറുള്ളതാണ്. എന്നാണെങ്കിലും ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന സഭയെ വിളിക്കുന്നത് പോരാട്ട സഭയെന്നാണ്, സമരസഭയെന്നാണ്, മിലിറ്റൻറ്റ് ചേർച്ച്. നമ്മളിങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധവീര്യത്തോടു കൂടി, പോരാട്ട വീര്യത്തോടു കൂടി മുന്നോട്ട് പോയി സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി ക്രിസ്തു നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധന്മാരുടെ പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തുടക്കക്കാരനായ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനായി വേറൊരാളില്ല എന്ന് ഈശോ പറഞ്ഞ സ്നാപകനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, സ്നാപകൻ്റെ കാലം മുതൽ ഇന്നോളം സ്വർഗരാജ്യം ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ബലവാന്മാർ ബലപ്രയോഗത്തിലൂടെ ഇത് കരസ്ഥമാക്കും. അത് പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. എന്തോരം വിശുദ്ധന്മാരാണ് സൈനിക ഉദ്യോഗസ്ഥരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിശുദ്ധന്മാർ. ഒരു സൈനിക ഉദ്യോഗസ്ഥനായ നേരത്തിൽ സെയിൻറ്റ് പോൾ, സൗള് പൗലോസായിട്ട് മാറുന്നത്. നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട് ഫ്രാൻസിസ് അസീസി, സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ, സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള,
അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മുടെ സെബസ്ത്യാനോസ് ഗീവർഗീസും നിശ്ചയമായിട്ട് അതിനകത്തുണ്ട്. പിന്നീട് നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ വിശുദ്ധ പാദ്രെ പിയോ, നിരവധി വിശുദ്ധന്മാർ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടാണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വിശുദ്ധ ദേവസായമുള്ള സൈനികനായിരുന്നു. അപ്പോൾ ഈ മിലിറ്റൻറ്റ് ചേർച്ച് എന്ന് പറയപ്പെടുന്ന പോരാട്ട വീര്യം ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം അനേക സൈനികരെ വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ബലം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓർമ്മിപ്പിക്കുന്ന സെയിൻറ്റ് ജോർജിലേക്ക് നമുക്ക് തിരികെ വരാം. ഈ വ്യാളിയോട് യുദ്ധം ചെയ്ത് വിജയിക്കുന്ന സെയിൻറ്റ് ജോർജ് യഥാർത്ഥത്തിൽ ശക്തമായ ഒരു പ്രതീകമാണ്. ഓരോ ക്രൈസ്തവ വിശ്വാസിയും നിരന്തരം തിരുസഭയെ നശിപ്പിക്കാൻ വേണ്ടി തീതുപ്പുന്ന ആ ചുവന്ന വ്യാളിയായ സാത്താനെതിരെ പോരാട്ടത്തിലേർപ്പെടണം, പ്രാർത്ഥനയിലൂടെ പോരാട്ടത്തിലേർപ്പെടണമെന്ന് ഓർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബിബ്ലിക്കലി വ്യാളി, ഡ്രാഗൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒരു വെളിച്ചത്തിൻ്റെ പോരാളി, ക്രിസ്തുവിൻ്റെ പോരാളി എങ്ങനെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുക. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോഴാണ് ഒരാളൊരു ഒരു പോരാളിയായി മാറുന്നത്, ക്രിസ്തുവിൻ്റെ പടയാളിയായി മാറുന്നത്. അയാൾ സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ്, സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ച്, വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത്, തിരുവചനത്തിൻ്റെ വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പോരാളിയാണ്. ഇതാണ് എഫേസൂസ് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 14-18 വാക്യങ്ങളിൽ. അപ്പം ഇങ്ങനെ യുദ്ധം ചെയ്ത് വ്യാളിയെ പരാജയപ്പെടുത്തേണ്ട ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സെയിൻറ്റ് ജോർജിൻ്റെ ചിത്രം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ വെളിപാട് 12-ാം അധ്യായമാണ്. വെളിപാട് 12-ാം അധ്യായത്തിലാണ് ബൈബിളിൽ വ്യാളിയെ, ഡ്രാഗണിനെ കുറിച്ച് പറയുന്നത്. ഈ ഡ്രാഗണിനെയാണ്, ഈ വ്യാളിയെ കൊല്ലുന്ന രീതിയിലാണ് സെയിൻറ്റ് ജോർജ് അവതരിപ്പിച്ചത്. സെയിൻറ്റ് ജോർജ് തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഈ വ്യാളിയെ കൊന്നു. അങ്ങനെ ഒരു രാജകുമാരിയെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ലിബിയ എന്ന നാട്ടിൽ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്ഞിയെ രക്ഷിക്കുന്ന സംഭവം പറയുന്നു. ഈ രാജ്ഞി നമ്മുടെ ഈ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന സ്ത്രീയെ നമ്മൾ കാണുന്ന അധ്യായത്തോടെ തന്നെ സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ട് സൂര്യനെ ഉടയാടയാക്കി ഒരു സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന രംഗമായിട്ട് നമ്മളതിനെ കാണുന്നത്. അത് വളരെ കൃത്യമായിട്ട് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഈ ദൗത്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ വെളിച്ചത്തിൻ്റെ പോരാളിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് കൃത്യം അതിൻ്റെ ആയിട്ടുള്ള ഒരു പടയാളിയുടെ വസ്ത്രധാരണത്തോടു കൂടി നിൽക്കുന്ന സെയിൻറ്റ് ജോർജ് നമ്മളെ ഓർപ്പിക്കുക. ക്രൈസ്തവ ജീവിതം വിശ്വാസത്തിൻ്റെ പോരാട്ടമാണ്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭൂതലത്തിൽ മനുഷ്യനോട് നടത്തുന്ന പോരാട്ടമല്ല, മറ്റു മതസ്ഥരോട് നടത്തുന്ന വർഗീയ പോരാട്ടമല്ല. അങ്ങനെ ഈ മനുഷ്യനോട് നടത്തുന്നൊരു പോരാട്ടത്തെക്കുറിച്ചുള്ള തിന്മയോട് നടത്തുന്ന പോരാട്ടമാണ്. തിന്മയുടെ ആശയങ്ങളോട്, തിന്മ നിറഞ്ഞ ഇടപെടലുകളോട്, തിന്മ വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങളോടൊക്കെ നടത്തുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മിഖായേൽ മാലാഖയുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ചൊല്ലും. മിഖായേൽ വരുന്നുണ്ട്, 7-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. മിഖായേൽ മാലാഖയുടെയുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ വായിക്കും. നമ്മൾ ചൊല്ലുമ്പോൾ ഇരുളടഞ്ഞ ലോകത്തിൻ്റെ ശക്തികളോടും ഉന്നതങ്ങളിൽ നിന്നുള്ള അന്ധകാരത്തിൻ്റെ ശക്തികളോടും ഒക്കെ നമ്മൾ പോരാട്ടത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ളത്. ദൈവത്തെപ്പോലെ ആരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെടുന്ന മിഖായേൽ മാലാഖയുടെ ഭൂമിയിലെ പതിപ്പ് എന്ന രീതിയിൽ നമ്മൾ ഗീവർഗീസിനെ കാണുമ്പോൾ, ഗീവർഗീസ് പോരാട്ടത്തിൽ ഏർപ്പെട്ട വ്യാളി അത് എന്താണെന്നുള്ള ബോധ്യത്തിലായിരുന്നുകൊണ്ട് ഗീവർഗീസിനെ പോലെ ഒരു ഉത്തമ ക്രൈസ്തവ പോരാട്ട ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.